എല്ലാവരും പരീക്ഷ ചൂടിലാണ്. കഴിഞ്ഞൊരു വർഷമായി സ്കൂളിലും ട്യൂഷൻ ക്ലാസ്സിലുമെല്ലാം പഠിച്ച വിഷയങ്ങൾ വീണ്ടും വീണ്ടും വായിച്ച് തലയിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്ന നിമിഷം. പലപ്പോഴും നമ്മളെല്ലാം പരീക്ഷയ്ക്ക് തൊട്ടു മുമ്പേ എല്ലാം മറന്നു പോകുന്നവരാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ചിട്ടി റോബോയെ പോലെ വായിക്കുമ്പോഴെല്ലാം തലയിലേക്ക് കയറിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുമുണ്ട്. എന്നാൽ അങ്ങനെ ഒരാളുണ്ടായിരുന്നു. പുസ്തകം മേശമേൽ വെച്ച് അതിനു മുകളിൽ കമിഴ്ന്നു കിടക്കുമ്പോൾ പുസ്തകത്തിലെ എല്ലാം തലയിലേക്ക് കയറിയിരുന്ന ഒരാൾ. സത്യമാണോ കള്ളമാണോ എന്നെനിക്കറിയില്ല. പക്ഷേ അയാളുടെ ജീവിതത്തിൽ നടന്ന പല വിഷയങ്ങളും അതെല്ലാം യാഥാർത്ഥ്യമായിരുന്നു എന്ന് തോന്നിപ്പിക്കും വിധമായിരുന്നു. അറിയാം എഡ്ഗാർ കെയ്സിയെ കുറിച്ച്. കയറിപ്പോരും ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. എഡ്ഗാർ കേസി വളരെ ചെറുപ്പത്തിൽ തന്നെ അധികമാരോടും സംസാരിക്കാത്ത ഒറ്റപ്പെട്ട ഒരു ബാല്യമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് തൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ഒരു ചെറിയ കാട്ടിലായിരുന്നു. മറ്റു കുട്ടികളെല്ലാം കളിക്കാനായി തിടുക്കം കൂട്ടുമ്പോൾ ഒരു പുസ്തകവുമായി ആ കാട്ടിൽ പോയിരിക്കാനായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം. കൂടെ കൊണ്ടുപോയിരുന്നത് പഠിക്കാനുള്ള പുസ്തകങ്ങളല്ല, ബൈബിളായിരുന്നു. പഠിക്കാൻ അദ്ദേഹം ഒരൽപ്പം പിന്നിലായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന്റെ സ്കൂളിൽ നിന്നും ഒരു കത്ത് വന്നു. അദ്ദേഹത്തിന്റെ പിതാവിന് അത്യാവശ്യമായി സ്കൂളിൽ വന്നെത്തണം എന്നായിരുന്നു ആ കത്തിൽ പറഞ്ഞിരുന്നത്. മകനെക്കുറിച്ചുള്ള കുറ്റങ്ങൾ പറയാനാകും എന്ന് കരുതി സ്കൂളിലെത്തിയ ആ അച്ഛൻ കേട്ടത് അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ്. എഡ്ഗാർ ചില പുസ്തകങ്ങൾ ഒരു വാക്കുപോലും വിടാതെ കാണാതെ പറയുന്നു എന്ന്. ആകെ അമ്പരന്ന് പോയ അച്ഛൻ അവനോട് ചോദിച്ചു, എങ്ങനെയാണ് നിനക്കിത് സാധിച്ചത്? അവൻ പറഞ്ഞു, കാട്ടിൽ നിന്നും ബൈബിൾ വായിക്കുന്നതിനിടെ ചിറകുകളുള്ള ഒരു സ്ത്രീ അവൻ്റെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു എന്നും അവർ അവനെ അനുഗ്രഹിച്ചു എന്നും. അവർ പറഞ്ഞതനുസരിച്ച് ആ പുസ്തകത്തിൽ ചെവി അമർത്തി കിടന്നത് മാത്രമേ താൻ ചെയ്തിട്ടുള്ളൂ എന്നും പിന്നീട് അവരുടെ ശബ്ദം മാത്രമാണ് തനിക്ക് കേൾക്കാൻ സാധിച്ചത് എന്നും എഡ്ഗാർ പറയുന്നു. തിരികെ ഓർമ്മയിലേക്ക് വന്നതിന് ശേഷം ആ പുസ്തകത്തിലെ ഓരോ വരിയും കാണാപ്പാഠം തനിക്ക് പറയാൻ സാധിക്കുന്നുവെന്നും എഡ്ഗാർ പറയുന്നു. ഇതെല്ലാം വെറുതെ കേട്ടു നിൽക്കാൻ മാത്രമേ എഡ്ഗാറിന്റെ പിതാവിന് കഴിഞ്ഞുള്ളൂ. ഇതൊരു കൊച്ചു കുഞ്ഞിന്റെ തോന്നൽ മാത്രമാണ് എന്നവർ കരുതി കാണണം. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ അദ്ദേഹം കാണിച്ചത് അത് വെറും തോന്നലുകൾ മാത്രമായിരുന്നില്ല എന്നായിരുന്നു. 1877 കെൻഡക്കിയിലെ ഹോക്കിൻസ് വില്ലയിലായിരുന്നു എഡ്ഗാർ കേസി ജനിക്കുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് ചില സൈക്കിക് എബിലിറ്റീസ് ഉണ്ടായിരുന്നതായി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അദ്ദേഹത്തിന്റെ രക്ഷിതാക്കളും പറയുന്നു. ഒറ്റപ്പെട്ട ഒരു ബാല്യമായിരുന്നുവെങ്കിലും ആർക്കും കാണാൻ സാധിക്കാത്ത ചില സുഹൃത്തുക്കൾ കേസിക്കുണ്ടായിരുന്നതായി അദ്ദേഹത്തിന്റെ രക്ഷിതാക്കളും പറയുന്നുണ്ട്. എഡ്ഗാർ കേസി ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അദ്ദേഹത്തിന്റെ മുത്തച്ഛന്റെ ആത്മാവിനോട് അദ്ദേഹം ഒരിക്കൽ സംസാരിച്ചിരുന്നതായി അദ്ദേഹം തന്റെ പിതാവിനോട് പറഞ്ഞിരുന്നു. അദ്ദേഹം അത്ഭുതപ്പെട്ട മറ്റൊരു കാര്യം, എഡ്ഗാറിന്റെ പിതാവിനും അദ്ദേഹത്തിന്റെ പിതാവിനും മാത്രം അറിയാവുന്ന ചില വിഷയങ്ങൾ എഡ്ഗാർ അദ്ദേഹത്തോട് സംസാരിച്ചതിലായിരുന്നു. മറ്റുള്ളവരോട് സംസാരിക്കുന്നതിൽ വളരെയധികം താല്പര്യമുള്ള ഒരാളായിരുന്നു എഡ്ഗാർ കേസി. അങ്ങനെ അദ്ദേഹം സഹായിച്ചിട്ടുള്ളത് അവരുടെ മനസ്സുകൾ വായിച്ചിട്ടാണ്. അങ്ങനെ 14,000-ഓളം മനുഷ്യരുടെ മനസ്സ് അദ്ദേഹം വായിച്ചതായി ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരിൽ ഹാരി ഹുഡിനി, തോമസ് ആൽവ എഡിസൺ എന്നിങ്ങനെ പ്രമുഖരും പെടും. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വ്യത്യസ്തമായ ഒരു സൈക്കിക് റീഡിംഗ് സ്റ്റൈലായിരുന്നു എഡ്ഗാർ കേസിയുടേത്. തൊട്ടടുത്തിരിക്കുന്ന ആളുടെ ഭൂതവും ഭാവിയും വർത്തമാനവും ഒരു സോഫയിൽ കണ്ണടച്ച് ചാരിയിരുന്ന് അദ്ദേഹം പറയുമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ദ സ്ലീപ്പിംഗ് പ്രൊഫറ്റ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ കണ്ണടച്ച് ഇരിക്കുന്നതിലൂടെ ഒരു ട്രാൻസ് സ്റ്റേജിലേക്ക് താൻ എത്തുമെന്നും അതുവഴി പരന്നു കിടക്കുന്ന ഒരു കോൺഷ്യസ്നെസ്സിലൂടെ ഓരോ മനുഷ്യരുടെ മനസ്സിലേക്കും ബന്ധപ്പെടാൻ സാധിക്കുമെന്നും കേസി പറയുന്നു. നിങ്ങളിൽ എത്ര പേർ ശ്രദ്ധിച്ചു എന്നെനിക്കറിയില്ല, ഇങ്ങനെ സൈക്കിക് എബിലിറ്റിയുള്ള ഒരു വലിയ ശതമാനം ആളുകളും പറയുന്ന ഒരു വിഷയമാണിത്. കോൺഷ്യസ്നെസ് എന്നത് പ്രപഞ്ചത്തിലൊന്നാകെ പരന്നു കിടക്കുന്ന ഒരു വിഷയമാണ് എന്നും അതിലേക്ക് കണക്ട് ചെയ്താൽ അതിലൂടെ മറ്റെല്ലാ മനുഷ്യരുടെ മനസ്സിലേക്കും ബന്ധപ്പെടാൻ സാധിക്കും എന്നും. ഏതാണ്ട് ഇങ്ങനെ തന്നെയാണ് ലെനയും പറഞ്ഞിട്ടുള്ളത്. ഒരു വൈഫൈ പോലെ പ്രപഞ്ചം മുഴുവൻ പരന്നു കിടക്കുകയാണ് കോൺഷ്യസ്നസ്. അതിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന വെറും ഡിവൈസ് മാത്രമാണ് മനുഷ്യന്റെ തലച്ചോർ. അതിൽ 5G ടെക്നോളജി ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ ഇൻഫർമേഷൻസ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. 2G 3G ആണ് എങ്കിൽ നിന്ന് കറങ്ങിയാലും ഒരൽപ്പം കഴിഞ്ഞ് ഇൻഫർമേഷൻസ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് മനുഷ്യരുമായി കണക്ട് ചെയ്ത് അവരുടെ ഭൂതവും ഭാവിയും സംസാരിക്കാൻ സാധിച്ചു എന്നാണ് ഡോക്യുമെന്റ് ചെയ്ത് ആ 14,000 പേരും പറയുന്നത്.
1925-ലും 1929-ലും സംഭവിച്ച സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് അദ്ദേഹം പ്രവചിച്ചിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. 1939 തുടങ്ങിയ രണ്ടാം ലോക മഹായുദ്ധം അത് തുടങ്ങുന്നതിനും 4 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പ്രവചിച്ചിരുന്നു. വെറുതെ ഒരു യുദ്ധം ഉണ്ടാകും എന്ന് മാത്രമല്ല പ്രവചിച്ചിരുന്നത്, ആ യുദ്ധത്തിന്റെ കാരണം എന്താകും, ആ യുദ്ധത്തിൽ തകർച്ച സംഭവിക്കുന്ന രാജ്യങ്ങൾ ഏതായിരിക്കും, ഏതൊക്കെ രാജ്യങ്ങൾ ആ യുദ്ധത്തിൽ കൂട്ടുകൂടും എന്നിങ്ങനെ കൃത്യമായി തന്നെയായിരുന്നു അദ്ദേഹം പ്രവചിച്ചിരുന്നത്. എന്നാൽ ആളുകളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയ ഒരു പ്രവചനം ഡെഡ് സീ സ്ക്രോൾസ് കണ്ടെത്തും എന്ന പ്രവചനമായിരുന്നു. എസൻസ് എന്ന രഹസ്യ ജൂത സംഘം നിർമ്മിച്ച ചില എഴുത്തോലകൾ കടലിനോട് ചേർന്ന ഒരു സ്ഥലത്തു നിന്നും മനുഷ്യരാശി കണ്ടെത്തും എന്നും അതിൽ ലോകാവസാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് എന്നും എഡ്ഗാർ കേസി പ്രവചിച്ചിരുന്നു. 1947 കേസിയുടെ മരണത്തിനും 2 വർഷങ്ങൾക്ക് ശേഷം ഡെഡ് സീയുടെ തീരത്തുള്ള 11 കേവ്സിൽ നിന്നും 1949 മുതൽ 56 വരെ നീണ്ടുകിടന്ന 7 വർഷങ്ങൾ കൊണ്ടാണ് ഡെഡ് സീ സ്ക്രോൾസ് കണ്ടെത്തുന്നത്. ലോകത്തെ അത്ഭുതപ്പെടുത്തിയ കേസിയുടെ മറ്റൊരു പ്രവചനം എന്ന് പറയുന്നത് പ്ലാറ്റോയുടെ നഷ്ടഭൂഖണ്ഡമായ അറ്റ്ലാന്റിസ് നമ്മൾ കണ്ടെത്തും എന്നതായിരുന്നു. 1947 അദ്ദേഹത്തിന്റെ മരണത്തിനു മുമ്പ് 1968 അല്ലെങ്കിൽ 1969 പ്ലാറ്റോയുടെ നഷ്ടഭൂഖണ്ഡമായ അറ്റ്ലാന്റിസ് ബഹാമാസിനോട് ചേർന്ന് മനുഷ്യൻ കണ്ടെത്തുമെന്ന് അദ്ദേഹം പ്രവചിച്ചിരുന്നു. അതുപോലെ തന്നെ 1968 ബഹാമാസിനോട് ചേർന്നുള്ള ബീമിനി ദ്വീപിനടുത്ത് അത് കണ്ടെത്തുകയായിരുന്നു. ബീമിനി ദ്വീപിന്റെ ഉപരിതലത്തിൽ നിന്നും ഏതാണ്ട് 18 അടി താഴെയായി ഒരു കൂട്ടം പാറക്കെട്ടുകൾ. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് നശിച്ചുപോയ ഒരു കവാടമായിരുന്നു എന്ന്. കാലങ്ങൾക്ക് മുമ്പേ അവിടെ ഉണ്ടായിരുന്ന ഒരു നഗരത്തിന്റെ പ്രവേശന കവാടത്തിന്റെ അവശിഷ്ടങ്ങളാകാം അത് എന്നാണ് പലരും വിശ്വസിക്കുന്നത്. കഥകളിൽ വിശദീകരിക്കുന്നത് പോലെ ഭീമൻ പാറകൾ അടുക്കി വെച്ചതുപോലെയുള്ള ആ ഭാഗം കാണുമ്പോൾ ആർക്കും അങ്ങനെ തന്നെയേ തോന്നും. പ്ലാറ്റോ വിശദീകരിച്ച അറ്റ്ലാന്റിസ് എന്ന നഷ്ടനഗരത്തിന്റെ അവശേഷിപ്പുകളാണത് എന്ന് വിശ്വസിക്കുന്നത് ഒരു വലിയ ശതമാനം ആളുകളാണ്. ബീമിനി റോഡ് എന്നാണ് അതിനെ പൊതുവെ അറിയപ്പെടുന്നത്. വലിയ വലിയ പാറകൾ അടുക്കി വെച്ച ഒരു റോഡ് പോലെ. അത് പ്രകൃതി തന്നെ നിർമ്മിച്ചതാണ് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. അതൊരു വലിയ ചർച്ചയാണ് ഇന്ന്. എന്നിരുന്നാലും ഇങ്ങനൊന്ന് കണ്ടെത്തുന്നതിനും മുമ്പ്, ഇങ്ങനൊന്ന് കടലിനടിയിലുണ്ട് എന്നറിയുന്നതിനും 25 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനൊന്ന് കേസിക്ക് പ്രവചിക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് അദ്ദേഹത്തിന്റെ സൈക്കിക് എബിലിറ്റി കാരണം തന്നെയാണ് എന്നാണ് ഒരു വലിയ ശതമാനം ആളുകളും വിശ്വസിക്കുന്നത്. അമേരിക്കയുടെ 44ാമത്തെ പ്രസിഡന്റ് ഒരു ആഫ്രോ അമേരിക്കൻ ആകുമെന്ന് അദ്ദേഹം പ്രവചിച്ചിരുന്നു. അത് ശരിയായിരുന്നു. അമേരിക്കയുടെ 44ാമത്തെ പ്രസിഡന്റ് ബറാക് ഒബാമയായിരുന്നു. തന്റെ മരണവും 4 ദിവസത്തിന് മുമ്പ് അദ്ദേഹം പ്രവചിച്ചിരുന്നതായി പറയപ്പെടുന്നു. നമ്മുടെ രാജ്യവും ഒരിക്കൽ അദ്ദേഹത്തിന്റെ പ്രവചനത്തിന് വിഷയമായിട്ടുണ്ട്. ഇന്ത്യയിലെ ജനങ്ങളെല്ലാം മലമുകളിലേക്ക് താമസം മാറുമെന്നും ഇന്ത്യ 30 അടിയോളം കടലിനടിയിലേക്ക് താഴ്ന്നു പോകുമെന്നും അദ്ദേഹം പ്രവചിച്ചിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ പ്രവചനം പോലെ നമ്മുടെ രാജ്യം കടലിനടിയിലാകുമോ? ഒരാൾ പ്രവചിച്ച പ്രവചനങ്ങൾ യാഥാർത്ഥ്യമായത് മാത്രം നിരത്തിവെച്ചാൽ അയാൾ ഒരു പ്രവാചകനാണ് എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിച്ചു പോവുക. എന്നാൽ അതിനിടയിൽ പാളിപ്പോയ ചില പ്രവചനങ്ങൾ കൂടിയുണ്ടെങ്കിലും ആ വിശ്വാസത്തിന് ചെറിയ വിള്ളൽ സംഭവിക്കും, അല്ലെ? അങ്ങനെ ചിലത് കൂടി ഞാൻ പറയാം. 1968 ചൈന ഒരു ക്രിസ്ത്യൻ രാജ്യമായി പ്രഖ്യാപിക്കപ്പെടും എന്ന് അദ്ദേഹം പ്രവചിച്ചിരുന്നു. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? ഇന്നത്തെ ചൈനയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്താൽ 18% പേരും വിശ്വസിക്കുന്നത് ബുദ്ധമതത്തിലാണ്. 2.5% ആളുകൾ മാത്രമാണ് ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്നത്. ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നത് 0.8% ചൈനക്കാർ മാത്രമാണ്. എന്നാൽ ഏറ്റവും രസകരമായ ഒരു കാര്യം, ഒരു മതത്തിലും വിശ്വസിക്കാത്ത എത്തിയസ്റ്റുകളായ ചൈനക്കാർ 33% ആളുകളാണ്. പുതിയ നിയമത്തിൽ പറയുന്ന ജഡ്ജ്മെന്റ് 1999 സംഭവിക്കുമെന്നും അതോടുകൂടി ലോകം അവസാനിക്കുമെന്നും അദ്ദേഹം പ്രവചിച്ചിരുന്നു. അത് യാഥാർത്ഥ്യമായിരുന്നുവെങ്കിൽ ഇന്ന് ലോകം അവസാനിച്ച് 25 വർഷങ്ങൾ കഴിഞ്ഞിരിക്കും. ജപ്പാൻ കടലിനടിയിലേക്ക് കൂപ്പുകുത്തുമെന്ന് അദ്ദേഹം പ്രവചിച്ചിരുന്നു. ജപ്പാൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സ്പിങ്സ്, ഈജിപ്തിലെ സ്പിങ്സ് തകർന്നു പോകുമെന്നും അതിനുള്ളിൽ നിന്നും പലതും കണ്ടെത്തുമെന്നും അദ്ദേഹം പ്രവചിച്ചിരുന്നു. സ്പിങ്സ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അന്റാർട്ടിക്ക പച്ചപ്പും ഹരിതാഭയും നിറഞ്ഞ ഒരു പ്രദേശമായി മാറുമെന്നും ഓസ്ട്രേലിയ കടലിനടിയിലേക്ക് മുങ്ങിപ്പോകുമെന്നും ആർക്കും ഒരു ദോഷവുമില്ലാത്ത ചില പ്രവചനങ്ങൾ കൂടി അദ്ദേഹം നടത്തിയിരുന്നു. അമേരിക്കൻ ഐക്യനാടുകളിൽ ഏറ്റവും പ്രശസ്തമായ ന്യൂയോർക്ക് നഗരം കടൽ കാരണം സംഭവിക്കുന്ന ഒരു പ്രകൃതി ദുരന്തത്തിൽ ഇല്ലാതാകുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രവചനം. ഇന്ന് 2024. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന സ്ഥലം ന്യൂയോർക്കാണ്.
ഇതുവരെ അങ്ങനൊന്ന് അവിടെ സംഭവിച്ചിട്ടില്ല. ലോകാവസാനം എന്ന പ്രവചനം 1999 നടന്നില്ല എന്നതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് വെറുതെ വിടാം. പക്ഷേ ബാക്കിയുള്ളവ അങ്ങനെയല്ല, എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന വിഷയങ്ങളാണ്. ഇനി അഥവാ ഭാവിയിൽ അവ സംഭവിച്ചു തുടങ്ങിയാൽ അപ്പോൾ അദ്ദേഹത്തിന്റെ ഓരോ പ്രവചനങ്ങൾ സംഭവിക്കുന്നതായി നമുക്ക് കണക്കുകൂട്ടാം. ഡേറ്റ് പറഞ്ഞ വിഷയങ്ങളെ നമുക്ക് വെറുതെ വിടാം. പ്രവചനങ്ങൾക്ക് അങ്ങനൊരു പ്രത്യേകതയുണ്ട്. സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. സംഭവിച്ചാൽ അതിനെ അതീന്ദ്രിയ സിദ്ധിയാണ് എന്ന് കാണുന്നവർ സംഭവിച്ചില്ല എങ്കിൽ അതിനെ കണ്ടതായി പോലും നടിക്കില്ല. എഡ്ഗാർ കേസിയുടെ പ്രവചനങ്ങൾ സംഭവിച്ചത് ചിലപ്പോൾ യാദൃശികമായേക്കാം. അതല്ല എങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ പ്രവചനങ്ങളിൽ ആരെങ്കിലും ഏച്ചുകെട്ടലുകൾ നടത്തിയതായേക്കാം. എന്നിരുന്നാലും ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന ഒരു വിഷയം, പുസ്തകത്തിന് മുകളിൽ കമഴ്ന്നു കിടന്നാൽ ഒരിക്കലും പരീക്ഷ പാസ്സാവില്ല. അതിന് പഠിക്കുക തന്നെ വേണം. അതീന്ദ്രിയ സിദ്ധി വളർത്തിയെടുത്താൽ ആൾ ദൈവമാവാൻ സാധിച്ചേക്കാം. പക്ഷേ ഇരുന്ന് പഠിച്ചാൽ ഒരാൾക്കെങ്കിലും ഗുണമുള്ള ആരെങ്കിലും ആവാൻ സാധിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ.